എല്ലാവർക്കും കൃഷ്ണദീപം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കസ്റ്റമർ തയ്ക്കാൻ തന്നെ തുണിയിൽ നിന്ന് വരുന്ന ബാലൻസ് തുണിയിൽ നിന്നും തുണി വേസ്റ്റ് ആവാതെ എങ്ങനെയാണ് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കാം. ഇത് ഇതുപോലെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസാണ്. ഇത് നമ്മളിങ്ങനെ എടുത്ത്, അതുപോലെ തന്നെ ഇതും ഒരു ബാലൻസ് പീസാണ്. ഇത് നമുക്ക് സ്കേർട്ടും ഇത് ഒരു ക്രോപ്പ് ടോപ്പ് മാതിരി ചെയ്തെടുക്കാം. ഇപ്പോൾ സ്കേർട്ടിനുള്ള തുണി നമ്മളിവിടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് ലെവലാക്കി ഇവിടെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് ഫ്ലീറ്റ് എടുത്ത് കൊടുത്തിട്ട് അടിമടക്കി അടിച്ച് ഇതൊരു സ്കേർട്ടായിട്ട് എടുക്കാം. ഇത് നമുക്കൊരു ക്രോപ്പ് ടോപ്പ് മോഡലിൽ അടിച്ചെടുക്കാം ഈ തുണിയിൽ നിന്ന്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒരു 5.5 ഇഞ്ച് ഷോൾഡറും അതുപോലെ തന്നെ 5.25 ഇഞ്ച് 5.25 ഇഞ്ച് കൈക്കുഴിയും എടുത്ത് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര കൊടുക്കാം. ഇവിടെ ഒരു 2.5 ഇഞ്ച് കഴുത്ത 2.5 2.25 കൊടുക്കാം കേട്ടോ. 2.5 2.25 ഇതിൽ ഒരെണ്ണം മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് മതി കഴുത്തിറക്കാം. ആ മോഡൽ ഒരു നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ വളച്ചെടുക്കാം. എന്നിട്ട് ഈ കഴുത്തിൻ്റെ അകലത്തിൽ നിന്ന് ഈ ഷോൾഡർ കൈക്കുഴിയുടെ ലൈനിലേക്ക് ഒരു വര കൊടുക്കാം. ശേഷം ഇത് ചെസ്റ്റ് അളവ് 6 ഇഞ്ചാണ് കേട്ടോ. 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. ആ 6 ഇഞ്ചിലേക്കാണ് ഈ വര വരക്കാൻ. ശേഷം താഴെയും ഈ കിട്ടുന്ന തുണിയിൽ നിന്ന് ലാസ്റ്റ് ഒരു താഴെയായിട്ട് ഏറ്റവും അടിയിലായിട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബോട്ടം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ബാലൻസ് ഉള്ളത് തയ്യൽ തുമ്പിടാം. ഇതിൽ ഈ തുണിയിൽ ഇത്രയും കിട്ടുന്നുള്ളതുകൊണ്ട് തയ്യൽ തുമ്പ് ഇത്രയും ബാലൻസ് ഉള്ളത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എവിടെ വരെയാണോ ഇത് കിട്ടുന്നത് ആ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഏകദേശം ഒരു ലെങ്ത്ത് നമുക്ക് ഒരു 9 ഇഞ്ച് അടിച്ചൊക്കെ വരുമ്പോൾ ഒരു 8 ഇഞ്ചോളം കിട്ടും ക്രോപ്പ് ടോപ്പിന് കേട്ടോ. എന്നിട്ട് ഈ വരച്ചത് നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര കൊടുക്കാം. 6 ഇഞ്ച്. ഈ ബാലൻസ് ഉള്ള 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പായിട്ട് എടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഇവിടെ നമുക്ക് വെട്ടിയെടുക്കാം. നമുക്കിത് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ട് ഈ ഭാഗം പൈപ്പിംഗ് ഒക്കെ വെച്ച് അടിച്ച് ഒരു ക്രോപ്പ് ടോപ്പാക്കി എടുക്കാം. നെക്ക് ഈ മോഡലിലുള്ള ഒരു നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അത് നമ്മൾ സ്കേർട്ടിൻ്റെ തുണി കൊണ്ടായിരിക്കും. തുണിയുടെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ.